morning to all. Welcome to Bosco Campus Vision. This is Asha SP, Assistant Professor of PG Department of Commerce. So we are on the 18th lecture of Income Tax Law and Practice. So we are dealing with the first module, Profit and Gains from Business or Profession. So in the last class, we have discussed about the provisions relating to depreciation as well as the computation of depreciation. So today we are going to discuss about a problem relating to computation of business income. അപ്പോൾ നമ്മൾ വീണ്ടും business income കമ്പ്യൂട്ടേഷനിലോട്ട് വരുവാണ്. So let's discuss a question and ഞാൻ question വായിക്കാൻ പോവാണ്. So this is the question. So the question is, from the following profit and loss account of a sole proprietorship business for the year ended 31st March 2020, compute its taxable income from business for the assessment year 2020-21. നമുക്ക് ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ കുറേ ഐറ്റംസ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ ഐറ്റംസ് സാലറി ടു സ്റ്റാഫ്, ജനറൽ എക്സ്പെൻസസ്, ബാഡ് ഡെറ്റ്സ്, അഡ്വർടൈസ്മെൻറ്റ്, proprietor salary, interest on proprietor's capital, reserve for value added tax, gratuity to staff, donation, purchase of land, advance income tax paid, depreciation and legal charges, and there is a net profit of rupees 61,000. So in the credit side we have gross profit, dividend from an Indian agricultural company and interest on notified capital investment bonds. നമുക്ക് ഇവിടെ 5 adjustment ആണുള്ളത്. Number 1, general expenses include 2,000 paid as compensation to an employee whose services were terminated as is continuing in service was considered detrimental to the profitable conduct of business. Second one is, the assessee has received demand notice of VAT for the preceding year amount to rupees 8,000 and has not disputed the liability. The gratuity paid has no relation to service or salary drawn by the staff. Donation was given to Chamber of Commerce to work against the threat of nationalization of the type of business carried on by the assessee. Then the assessee purchased the land in the name of district magistrate for constructing house for its workers. It was to be done by the government under the subsidized housing scheme for industrial workers. So the depreciation is found to be excess by rupees 2,000. So ഇതാണ് നമ്മളുടെ question. So ഇതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഉള്ള questions ആണ്. So നമുക്ക് ആൻസറിലോട്ട് പോവാം. So നമ്മുടെ ആൻസറിലേക്ക് പോവാം. നമ്മൾ ഹെഡിങ് എഴുതി, നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഫോർ ദി അസസ്മെന്റ് ഇയർ 2020-21. നമ്മൾ ഹെഡിങ് എഴുതി. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ബിസിനസ് ഇൻകം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് അറിയാലോ. ആദ്യം ഡെബിറ്റ് സൈഡ് പോവാം, ദെൻ അഡ്ജസ്റ്റ്മെന്റ്, ദെൻ ടു ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് പോകുമ്പോൾ ബിസിനസ് ആദ്യം നെറ്റ് പ്രോഫിറ്റ് എടുത്ത് എഴുതുക, ദെൻ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻസ് ആഡ് ചെയ്യുക, അതിനെയാണ് ഡിസലൗഡ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. പിന്നെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലോട്ട് പോകുന്നത്, ദെൻ ടു ക്രെഡിറ്റ് സൈഡ്. സോ നമ്മൾ ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എഴുതി. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L account 61,000 നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. ദെൻ ആഡ് ഡിസലൗഡ് എക്സ്പെൻസസ്. അപ്പം നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് എവിടെയാണ് കിടക്കുന്നത്? P&L account ഡെബിറ്റ് സൈഡിൽ നമുക്ക് ഐറ്റംസ് നോക്കാം. അപ്പം നിങ്ങൾ പ്രോബ്ലം ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാം. എനിക്ക് ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്യും, ആദ്യം ക്വസ്റ്റ്യൻ ദെൻ ആൻസർ, അങ്ങനെ വേണം എനിക്ക് ചെയ്തു തരാൻ. അപ്പോൾ ദെൻ സാലറി ടു സ്റ്റാഫ്, ഡിസലൗഡ് എക്സ്പെൻസ് അല്ല, അതൊരു ബിസിനസ് എക്സ്പെൻസ് ആണ്. ജനറൽ എക്സ്പെൻസ്, ബാഡ് ഡെറ്റ്സ്, അഡ്വർടൈസ്മെന്റ്, പ്രൊപ്രൈറ്റേഴ്സ് സാലറി. സോ പ്രൊപ്രൈറ്റേഴ്സ്, നമ്മൾ പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ അയാളാണ്, ആ അസസിയുടെ സാലറിയാണ്. സോ സാലറി ടു സ്റ്റാഫ് ആണ് ഡിസലൗഡ് എക്സ്പെൻസ്. പ്രൊപ്രൈറ്റർ സാലറി ഈസ് നോട്ട് റിലേറ്റഡ് ടു ഹിസ് ബിസിനസ് ബിക്കോസ് അയാൾ സ്വന്തമായിട്ട് സാലറി എഴുതിയെടുത്തതാണ്. ബിക്കോസ് ഹി ഈസ് ദി മാനേജർ അല്ലെങ്കിൽ ഹി ഈസ് ദി ഓണർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ബിസിനസ്. അപ്പം നമുക്കത് എന്തായിട്ട്, ഇനി ഇത് സാലറി ടു സ്റ്റാഫ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിവിടെ എടുക്കുമായിരുന്നോ? ഇല്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ ബിസിനസ് എക്സ്പെൻസ്. സോ നമ്മൾ പ്രൊപ്രൈറ്റർ സാലറി എഴുതി 15,000. Then interest on proprietor's capital. Interest on capital disallowed expense ആണ്. Amount is 3,000. Then reserve for value added tax. നമ്മൾ പറഞ്ഞായിരുന്നു all provisions and reserves are considered to be എന്താ പറയുക, disallowed expense. So reserve for VAT 8,000 നമ്മൾ amount എഴുതി. Gratuity to staff. Then gratuities to staff
അതവിടെ നിൽക്കട്ടെ. ദെൻ ഡൊണേഷൻ, നമ്മൾ നോർമലി നമ്മൾ ഡൊണേഷൻ ആഡ് ചെയ്യും അല്ലേ, പക്ഷേ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അതും കൂടെ നോക്കിയതിന് ശേഷം മാത്രം ഐറ്റംസ് എഴുതുക. ദെൻ പർച്ചേസ് ഓഫ് ലാൻഡ്, അതൊരു ക്യാപിറ്റൽ അസറ്റ് ആണ്, അതുകൊണ്ട് നമ്മളിവിടെ എന്താ പറയുക എടുക്കത്തില്ല, ബിക്കോസ് അതിന് പുറകിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ വരുന്നുണ്ട്. അഡ്വാൻസ് ഇൻകം ടാക്സ് പെയ്ഡ്, ഓക്കെ, ഇൻകം ടാക്സ് ഇസ് നോട്ട് എ ഡിസലൗഡ് എക്സ്പെൻസ്, സോ അഡ്വാൻസ് ഇൻകം ടാക്സ് നമ്മൾ ആഡ് ചെയ്തു. Then depreciation adjustment നോക്കണം. Legal charges is a business expense. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് വരാം. General expenses include 2000 paid as compensation to an employee. ഓക്കെ, അതായത് ജനറൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ബിസിനസ് എക്സ്പെൻസ് ആണ്. അതിൽ 2000 എന്ന് പറയുന്നത് എംപ്ലോയിക്ക് കൊടുത്ത കോമ്പൻസേഷൻ ആയിട്ട് എംപ്ലോയിക്ക് കൊടുത്തതാണ്. അത് ഡിസലൗഡ് എക്സ്പെൻസ്, അതൊരു ബിസിനസ് എക്സ്പെൻസ് അല്ലേ? ആണല്ലോ, ബിക്കോസ് ഇറ്റ് ഇസ് ഗിവൺ ടു എംപ്ലോയി ആസ് കോമ്പൻസേഷൻ. നമ്മൾ അത് എവിടെയും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ജനറൽ എക്സ്പെൻസിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ട, ബിക്കോസ് അതൊരു ബിസിനസ് എക്സ്പെൻസ് ആണ്. ഇനി the SEC has received demand notice and void for the preceding amounting to 8,000. അത് നമ്മളുടെ ഓൾറെഡി നമ്മൾ റിസർവ് ഫോർ വാറ്റ്, ബിക്കോസ് വാല്യൂ ആഡഡ് ടാക്സ്, ഓൾ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ് നമുക്കറിയാം ഡിസലൗഡ് എക്സ്പെൻസ് ആണ്, നമ്മൾ എഴുതി വെച്ചു. Then the gratuity paid has no relation to service or salary. Normally gratuity ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആണ്, ബിക്കോസ് ഇറ്റ് ഇസ് ഗിവൺ ടു എംപ്ലോയീസ്. പക്ഷേ ഇവിടെ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് gratuity has no paid no relation to service or salary. അതുകൊണ്ട് നമ്മൾ gratuity എന്തൊരു ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട്, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ബിസിനസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ട് ആഡ് ചെയ്തു, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് എ ബിസിനസ് എക്സ്പെൻസ്. ആർ യു ക്ലിയർ? Then donation was given to Chamber of Commerce. ഇവിടെ സാധാരണ നമ്മൾ ഡൊണേഷൻ ആൻഡ് ചാരിറ്റി വന്ന എന്ത് ചെയ്യും, ആഡ് ചെയ്യും അല്ലേ, ബിക്കോസ് ഇറ്റ് ഇസ് എ ഡിസലൗഡ് എക്സ്പെൻസ്. പക്ഷേ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഡൊണേഷൻ വാസ് ഗിവൺ ടു ചേംബർ ഓഫ് കോമേഴ്സ്. ചേംബർ ഓഫ് കോമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ചേംബർ ഓഫ് കോമേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ബിസിനസ്. അത് ബിസിനസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഡൊണേഷൻ ഒരു ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്തു. അപ്പം നിങ്ങൾ ഏറ്റവും അവസാനം നോട്ട് എഴുതുമ്പോൾ എഴുതുക, here donation is not a disallowed expense because donation was given to Chamber of Commerce. Are you clear? Then the assessee purchased land in the name of district magistrate for constructing house for its workers. അതെന്താണ്, അത് അവരുടെ ജോലിക്കാർക്ക് വീട് നൽകി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലാൻഡ് പർച്ചേസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത്, ബിക്കോസ് ആൻഡ് ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് എ ബിസിനസ് എക്സ്പെൻസ്. അപ്പം നമുക്ക് അറിയേണ്ടത് ഡെബിറ്റ് സൈഡിൽ നോക്കിയിട്ട് ഐറ്റംസ് നോക്കി ബിസിനസ് എക്സ്പെൻസ് ആണോ അല്ലേ എന്ന് റെക്കഗ്നൈസ് ചെയ്യേണ്ടതാണ് നമ്മളുടെ ആദ്യത്തെ ജോലി. അതിനുശേഷം അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വരുന്നോ നോക്കുക. ഇവിടെ ജനറൽ എക്സ്പെൻസിൻ്റെ കാര്യം പറയുന്നുണ്ട് 2000. ജനറൽ എക്സ്പെൻസ് നമ്മൾ P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 8,000 ഉണ്ട്. അതിൽ 2000 എന്ന് പറയുന്നത് എന്താണ്, കോമ്പൻസേഷൻ കൊടുത്തത് തന്നെയാണ്. അതെന്താണ്, ഒരു ബിസിനസ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു എഫക്റ്റും അവിടെ ചെയ്യാത്തത്. ദെൻ the last one is depreciation is found to be excess by 2,000. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിപ്രിസിയേഷൻ ഡെബിറ്റ് സൈഡിൽ എത്ര ഉണ്ട്, 10,000 ഉണ്ട്. എത്ര കൂട്ടി കാണിച്ചേക്കുക, 2,000. ആക്ച്വലി എത്ര കാണിച്ചാൽ മതി, 8,000 കാണിച്ചാൽ മതി. സോ 2,000 അവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ 10,000 കാണിച്ചിട്ടുണ്ട്, 8,000 കാണിച്ചാൽ മതി. സോ എത്ര മാറ്റണം, 2,000 മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യും, കൂടും. സോ അപ്പോൾ 2,000 എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആർ യു ക്ലിയർ? ഒരു പെർട്ടിക്കുലർ ഐറ്റം പോകുമ്പോഴും അല്ലെങ്കിൽ P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുമ്പോഴും അല്ലെങ്കിൽ പോകുമ്പോഴും നെറ്റ് പ്രോഫിറ്റിന് എന്ത് ചേഞ്ചസ് വരുമോ നോക്കുക. നെറ്റ് പ്രോഫിറ്റ് കൂടുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ ഐറ്റം കൂട്ടുക, നെറ്റ് പ്രോഫിറ്റ് കുറയുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ ഐറ്റം കുറയ്ക്കുക. ഇവിടെ ഡിപ്രിസിയേഷൻ 2,000 പോയപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കൂടി, ആ ഐറ്റം എന്ത് ചെയ്യണം, കൂട്ടണം. സോ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഇസ് ഗ്രോസ് P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ദാറ്റ് ഇസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 73,000 കിട്ടി. സോ 1,34,000. ദെൻ LS അലവബിൾ ഇൻകം, ഇത് എവിടെ നിന്നാണ് നമുക്ക് ഇടുന്നത്, P&L അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ. ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ അഗ്രികൾച്ചർ കമ്പനി, ഡിവിഡൻഡ് ഇസ് കമ്മിങ് അണ്ടർ ദി ഇൻകം ഫ്രം അതർ സോഴ്സസ് നമ്മൾ ആഡ് ചെയ്തു. ദെൻ ഇൻട്രസ്റ്റ് ഓൺ നോട്ടിഫൈഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ബോർഡ്, ഇറ്റ് ഇസ് ഓൾസോ കമ്മിങ് അണ്ടർ ദി ഇൻകം ഫ്രം അതർ സോഴ്സ്. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു, ലെസ് ചെയ്തു. സോ വി വിൽ ഗെറ്റ് 1,28,000 ആസ് ഇൻകം ഫ്രം ബിസിനസ്. സോ ഇങ്ങനെയാണ് നമ്മൾ ബിസിനസ് ഇൻകം കണ്ടുപിടിക്കുന്നത്. ഇതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, കുറേ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇതിനകത്ത് നോട്ട് എഴുതി വെക്കണം. ഏറ്റവും അവസാനം നോട്ട് എഴുതുമ്പോൾ പർച്ചേസ് ഓഫ് ലാൻഡ് ഇസ് പർച്ചേസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ്
constructing house for employees. Donation, second one is donation is given to Chamber of Commerce, so it is not considered as, it is considered as a business expense, hence it is not a disallowed expense. പിന്നെ നമ്മൾ പറയേണ്ടത് റിസർവ്, ഓൾ റിസർവ്സ്, അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ജനറൽ എക്സ്പെൻസ് 2000 എന്ന് പറയുന്നത് അതൊരു ബിസിനസ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു എഫക്റ്റ് ഇവിടെ വരാത്തത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വിത്ത് ടുഡേ സെഷൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ആദ്യം ക്വസ്റ്റ്യൻ എഴുതുക, ദെൻ ആൻസർ എഴുതുക, ദെൻ എനിക്ക് ഫോട്ടോ എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. സോ ദിസ് ഇസ് ആശ എസ് പി സൈനിങ് ഓഫ് ഫ്രം ബോസ്കോ ക്യാമ്പസ് വിഷൻ.